ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ടതിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തുകയും പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുകയും ചെയ്തതാണ് ദുരൂഹത ഉയരാൻ കാരണമായിരിക്കുന്നത്. A helicopter crash that resulted in the death of their president and foreign minister. It says that President Raisi and the foreign minister Hossein Amir Abdollahian died when their helicopter crashed on Sunday. ഇറാൻ പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും യാത്ര മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടതായതിനാൽ ഹെലികോപ്റ്റർ ഏതെങ്കിലും ശക്തികൾ അപകടപ്പെടുത്തിയതാണോ എന്ന സംശയം റഷ്യൻ ഏജൻസികൾക്കുൾപ്പെടെ ഉണ്ട്. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിയ മറ്റ് 2 ഹെലികോപ്റ്ററുകളിൽ സഞ്ചരിച്ചവരെയും ഇറാന്റെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് മാത്രം അപകടം നേരിട്ട പശ്ചാത്തലത്തിൽ ഇവർ നൽകുന്ന മൊഴിയും ഏറെ നിർണായകമാണ്. തകർന്ന ഹെലികോപ്റ്ററും ഒപ്പം സഞ്ചരിച്ചവയും അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററുകളായിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിവിധ ഇറാൻ ഏജൻസികൾക്ക് പിന്നാലെ റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് സർവീസിലെയും ഫെഡറൽ സെക്യൂരിറ്റി സർവീസിലെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ കാണാതായപ്പോൾ തന്നെ റഷ്യ തിരിച്ചറിനായി അയച്ച വിദഗ്ധ സംഘത്തിൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ഇവർ ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ കിടന്ന സ്ഥലവും പരിസരവും ഉൾപ്പെടെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഇതിനു പുറമെ റഷ്യൻ ടെക്നോളജിയുടെ പൂർണ്ണ സഹായം കൂടി ലഭിക്കുന്നതോടെ ഹെലികോപ്റ്റർ തകർന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇറാൻ കരുതുന്നത്. ഇബ്രാഹിം റൈസിയുടെ പിൻഗാമിയായി പ്രസിഡന്റാകാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനിയും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടവരുത്തി. കടുത്ത അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഈ 2 നേതാക്കളുടെയും അപ്രതീക്ഷിത വിയോഗം ലോക രാജ്യങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ പ്രധാന ശത്രുക്കൾ അമേരിക്കയും ഇസ്രായേലുമാണ്. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളായ ഘട്ടത്തിലാണ് ഇറാൻ പ്രസിഡന്റ് അപ്രതീക്ഷിതമായി അപകടവും സംഭവിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ഇറാൻ കൂടുതൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുമ്പോൾ തന്നെ നയതന്ത്ര രംഗത്തും ഏറെ മുന്നോട്ടു പോകാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. റഷ്യയുമായും ചൈനയുമായും സഹകരണം ശക്തമാക്കിയ ഇറാൻ ഇന്ത്യയുമായും വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് വിട്ടുനൽകുന്ന ദീർഘകാല കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് അടുത്തിടെയാണ്. ഉപരോധം നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞാണ് ഈ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത്. ഇറാനെ ശത്രുവായി കണ്ടിരുന്ന സൗദി അറേബ്യ പോലും പഴയ നിലപാട് തിരുത്തി ഇറാനുമായി സഹകരണത്തിന്റെ പാതയിലാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത്. ഈ മാറ്റത്തിനെല്ലാം മുൻകൈയെടുത്തതും കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് തന്നെയാണ്. ഇതൊന്നും തന്നെ അമേരിക്കക്ക് രസിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ ആണവ ശക്തിയാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നതും ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെയാണ്. ഇത് ഏറ്റവും നന്നായി അറിയാവുന്നതാകട്ടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. അമേരിക്കയുടെ CIA-യും ഇസ്രായേലിന്റെ മൊസാദിനും മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറി ഉന്നതരെ വധിച്ച വലിയ ചരിത്രമാണുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയെ ഒരിക്കലും വെറും അപകടമായി മാത്രം വിലയിരുത്താൻ സാധിക്കുകയില്ല. എല്ലാ തരത്തിലുമുള്ള അന്വേഷണങ്ങളും തീർച്ചയായും നടക്കേണ്ടതുണ്ട്. പ്രാഥമിക നിഗമനം അപകടമാണെന്നാണെങ്കിലും എല്ലാ സാധ്യതയും പരിശോധിക്കാനാണ് ഇറാനും റഷ്യയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചതി അണിയറയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രത്യാഘാതത്തിന് തന്നെയാണ് അത് വഴിവെക്കുക.